ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയട്ടെ. ഒരു കുട്ടി അവന്റെ മുത്തച്ഛന്റെ കൂടെ എന്നും നടന്ന് സ്കൂളിലേക്ക് പോയത്. അപ്പം മുത്തച്ഛന് വലിയ പൈസയൊന്നുമില്ല. ഇവനൊരു പുതിയ ചെരുപ്പ് വാങ്ങണം എന്നും മുത്തച്ഛനോട് പറയും. അപ്പൊ ഈ പഴയ ചെരുപ്പ് ഇട്ടിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ മുത്തച്ഛൻ പറയും, മോനെ വാങ്ങാം, ഇപ്പൊ നല്ല ചെരുപ്പാണത്, മുത്തച്ഛൻ എന്താണ് പുതിയത് വാങ്ങി തരാന്ന് പറയും. അപ്പൊ അവൻ എന്നും പറയും, ചെരുപ്പിന് ഒരു ഭംഗിയില്ല, ഇതിടുമ്പോൾ എനിക്കൊരു സുഖമില്ല, എനിക്ക് ഇതിട്ട് നടക്കാൻ പറ്റുന്നില്ല, എന്നും ഈ കംപ്ലൈന്റ് ആണ്. ഇവൻ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നും മുത്തച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരുപാട് കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് ഇവർ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ മുത്തച്ഛൻ ചോദിച്ചു, ഈ ഭംഗിയില്ലാത്ത ചെരുപ്പിട്ട്, നിനക്ക് ഇഷ്ടമില്ലാത്ത ഈ ചെരുപ്പിട്ട് ഇത്രയും മൈൽ നടന്നതാരാ? അവൻ തന്നെ, നീ തന്നെ. അതേപോലെ എല്ലാവരും എന്താ പറയുക, ചെരുപ്പിന് ഭംഗിയില്ല നിന്നോട് പറയുമ്പോഴും അതൊക്കെ കേട്ട് ഈ ചെരുപ്പ് നിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് നടത്തി തന്നില്ലേ? നിനക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഈ ചെരുപ്പ് നിന്നെ എത്തിച്ചില്ലേ? അപ്പോൾ നിനക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തിയത് ആരാണ്? അതും നീ തന്നെ. സോ when you know that you were in a difficult situation all by yourself but you handled it all alone, അതായത് ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ പോലും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ഷോർട്ട് കമ്മിങ്സും എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾ എത്തേണ്ട സ്ഥലത്തൊക്കെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ആൻഡ് യു ആർ എക്സാക്ട്ലി വെയർ യു ആർ സപ്പോസ് ടു ബി ടുഡേ. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും ഡെഫിനറ്റ്ലി ബെറ്റർ ആവും. ബിക്കോസ് നിങ്ങൾക്ക് കൂട്ടുണ്ടാവാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ കുട്ടി നടന്നപ്പോൾ സ്കൂളിലെത്താണ്. അപ്പോൾ സ്കൂളിലും അവൻ്റെ ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചറിനോട് ഇവൻ പോയി പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ ചെരുപ്പ് ഭംഗിയില്ല, എനിക്കിതിട്ട് നടക്കാനൊരു സുഖമില്ല, എനിക്ക് ആകെ വിഷമാണ് ടീച്ചറെ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്, ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു എന്താ പറയുക പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടി ടീച്ചറിനോട് ഷെയർ ചെയ്യാണ്. മനസ്സ് ഫുള്ള് ഉള്ള വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ടീച്ചർ എല്ലാം വളരെ ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് അവരുടെ മുമ്പിൽ ചായയുടെ ഒരു കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്തു ചെയ്തു, ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ ചായ ഇങ്ങനെ ആ കപ്പിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് കപ്പ് നിറഞ്ഞ് ചായ ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു, യോ ദേ ചായ താഴെ വീണു പോന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നിന്റെ മനസ്സ് ഫുള്ളും അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ്. അപ്പൊ എവിടെയാണ് സ്പേസ് ഉള്ളത് നിന്റെ മനസ്സിൽ? അതായത് നിന്റെ പഠനത്തിന്റെ കാര്യം, നിന്റെ പോസിറ്റീവ് തോട്ട്സിന്റെ കാര്യങ്ങൾ, നിനക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കാൻ, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ, നിന്റെ ഗോൾസിന് വേണ്ടി, നിന്റെ പേർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിന്റെ മൈൻഡിൽ എവിടെയാണ് സ്പേസ് ഉള്ളത്? ബിക്കോസ് യു ആർ ഫില്ലിങ് യുവർ മൈൻഡ് വിത്ത് എ ലോട്ട് ഓഫ് അൺനെസസറി സ്റ്റഫ്, ഓൾ ദ നെഗറ്റിവിറ്റീസ്, ഓൾ ദ നെഗറ്റീവ് തോട്ട്സ്, ഓൾ ദ ഷോർട്ട് കമ്മിങ്സ്, ഇത് മാത്രമാണ് നിന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഓ ടീച്ചർ പറഞ്ഞ എത്ര ശരിയാണ്, ഐ ഷുഡ് എംപ്റ്റി മൈ കപ്പ് ഫസ്റ്റ്, റൈറ്റ്? യു ഷുഡ് എംപ്റ്റി യുവർ കപ്പ് ടു മൈ ചിൽഡ്രൻ. ഈ അനാവശ്യമായിട്ടുള്ള നെഗറ്റിവിറ്റി എനിക്ക് നീറ്റ് കിട്ടൂല, എനിക്ക് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല, എനിക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട്, എനിക്ക് കുറേ കോൺസെപ്റ്റ്സ് അറിയില്ല, എനിക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ്സ് ബോദറിങ് യു നോ. പക്ഷേ ഇതൊന്ന് പതുക്കെ ഒന്ന് എംപ്റ്റി ചെയ്ത് നോക്കിക്കേ. നമുക്കും കുറച്ചൊക്കെ പോസിറ്റീവ് സൈഡ്സ് ഇല്ലേ? സിലബസിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളില്ലേ? നമ്മൾ ഇതുവരെ ചെയ്തതിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്കുള്ള ഫ്യൂച്ചർ അത് എത്ര നന്നായിട്ട് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കപ്പൊന്ന് ഫിൽ ചെയ്യാം. സോ ഓൾവേസ് റിമെമ്പർ, യു കം അലോൺ, you walk alone, you fall alone and you rise alone. Because ഏറ്റവും ഒടുവിൽ നമ്മളെ സംരക്ഷിക്കാനും നമ്മൾക്കുള്ള മോട്ടിവേഷൻ തരാനും നമ്മൾക്ക് എല്ലാം തരാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അത് നമ്മൾ മാത്രമാണ്. നമ്മളെ ഏറ്റവും താഴെ വീണ് കിടക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ, അവിടെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ തന്നെ വിചാരിക്കണം. ടയേർഡ് പീപ്പിൾ ഓൺലി നീഡ് റെസ്റ്റ്, നോട്ട് സറണ്ടർ. നിങ്ങളിപ്പോൾ ജസ്റ്റ് ടയേർഡ് മാത്രമാണ്, തോറ്റു കൊടുക്കാനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഒരു സമയം ഒരിക്കലും വരില്ല. സോ ഡോണ്ട് ഗിവ് അപ്പ് അറ്റ് ദിസ് പോയിന്റ്. യു സ്റ്റിൽ ഹാവ് ടൈം. സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. ഓൾ ദി ബെസ്റ്റ്.